ഗായ്സ്, ഇറ്റ്സ് മീ ദിമല്ലു ബാങ്കർ. SBI PO നോട്ടിഫിക്കേഷൻ ഔട്ടായിട്ടുള്ള വിവരം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ നമുക്ക് ഇനിയുള്ള ദിവസം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സമയമാണ്. ഓഗസ്റ്റ് മാസത്തിലായിരിക്കും നമ്മളുടെ പ്രിലിംസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം ജൂൺ പകുതിയോളം ആയി. ഇനി ജൂലൈ ഒരു 1 മന്ത് കൂടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ള സമയങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ടോപ്പിക്സുകളായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പ്രിലിംസ് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഡിസൈഡിങ് ഫാക്ടറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ടോപ്പിക്സ് വേണം നമ്മൾ പഠിക്കാൻ, ഏതൊക്കെയാണ് ആ ഒരു സ്പെസിഫിക് ടോപ്പിക്സ് ഈ ഒരു പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും, അതുപോലെ തന്നെ ഓരോ ടോപ്പിക്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇതിൽ ഇംഗ്ലീഷും ക്വാൻസും റീസണിങ്ങും നമുക്ക് പ്രിലിംസിന് വരുന്ന 3 ഏരിയാസിലും ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ടെലിഗ്രാം നിലവിൽ വർക്കിംഗ് അല്ലാത്തത് കൊണ്ട് തന്നെ ഞാനൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഡെയിലി എഡിറ്റോറിയലൊക്കെ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി ടെലിഗ്രാമിലൊക്കെ ആക്സസ് കിട്ടിക്കൊണ്ടിരുന്നവർക്കൊന്നും അതൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിലൊന്ന് ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ 2025 കട്ട് ഓഫിനെ കുറിച്ചിട്ട് ഞാൻ പറയാം. 2025 SBI PO പ്രിലിംസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 600 അടുത്തായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു അത്രയും ആയിരുന്നു വേക്കൻസീസ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിലെ കട്ട് ഓഫ് എന്ന് പറയുന്നതും അത്രയും നല്ല രീതിയിലുള്ള കൂടുതലായിരുന്നു. അതായത് 66.75 ആയിരുന്നു ജനറലിൻ്റെ കട്ട് ഓഫ്, 65 ആയിരുന്നു OBCയുടെ കട്ട് ഓഫ്, അതുപോലെ തന്നെ ബാക്കിയുള്ളതും അതുപോലുള്ള താഴോട്ടുള്ള രീതിയിലായിരുന്നു കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ OBCയുടെ 65.5ഉം എൻ്റെ സ്കോർ എന്ന് പറയുന്നത് 66ഉം ആയിരുന്നു ലാസ്റ്റ് ഇയറിൽ. ജനറൽ 66.75. അപ്പോൾ ലാസ്റ്റ് ഇയറിൽ എനിക്ക് തോന്നുന്നു 800 ഓർ 600 അടുത്തങ്ങാണ്ടായിരുന്നു വേക്കൻസീസ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ 2 എക്സാംസ് ലാസ്റ്റ് ഇയർ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ലാസ്റ്റ് ഇയറിൻ്റെ തുടക്കത്തിൽ ഒരു എക്സാമും അതുപോലെ തന്നെ ലാസ്റ്റ് ആകുമ്പോഴേക്കും ഒരു എക്സാമും, അങ്ങനെ 2 രീതിയിൽ 2 എക്സാംസ് നടന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ഇയറിൽ തന്നെ. അപ്പോൾ ഇത്തവണ നമ്മൾക്ക് 1500 അടുത്ത് വേക്കൻസീസ് വന്നിട്ടുണ്ട്. 1500 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതെന്ന് പറയുന്നത് SBIയിൽ ഇപ്പോൾ നിലവിലുള്ള നമുക്ക് വന്നുകൊണ്ടിരുന്ന ആ ഒരു ട്രെൻഡിനനുസരിച്ച് ഏറ്റവും നല്ല കൂടുതലുള്ള വേക്കൻസീസ് ആണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഷിഫ്റ്റ് ആ ഒരു കട്ട് ഓഫിലും ഒക്കെയും കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പഠിക്കാൻ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഈ ഒരു 66 എന്നൊക്കെ പറയുന്നത് മേ ബി കുറച്ചൊന്നും താഴാനൊക്കെ ചാൻസ് ഉണ്ട്. ബട്ട് നോർമലൈസേഷനും അങ്ങനെ പല ഫാക്ടേഴ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. അതൊക്കെ നമുക്ക് ഇപ്പോൾ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എക്സാം ഡിഫിക്കൽറ്റി അങ്ങനെയുള്ള പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അതെല്ലാം വരുന്നത്. എന്നാലും നിങ്ങൾ ഒരു മോക്ക് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ എത്ര ഒരു എന്താണ് ഒരു സേഫ് സ്കോറായിട്ട് വെക്കണം, ഒരു 70 അടുത്ത് എപ്പോഴും എന്ത് ചെയ്യുക, ഒരു സേഫ് സ്കോറായിട്ട് വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കറിയാം ഇംഗ്ലീഷ്, ക്വാൻസ്, റീസണിങ് ഇത് മൂന്നും ഒരുപോലെ സ്കോർ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു റേഞ്ചിലോട്ട് എത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്, പക്ഷേ സെക്ഷണൽ കട്ട് ഓഫ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിന് മൂന്നിനും കൂടെ ഒരുമിച്ച് മാർക്ക് മേടിച്ചാൽ മതിയാകും. അതല്ലാണ്ട് സെപ്പറേറ്റ് സെക്ഷനൽസ് പാസ്സാവേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ ഇംഗ്ലീഷിനൊക്കെ അത്യാവശ്യം വീക്കായിട്ട് നിൽക്കുന്നവർ, മെയിൻസിന് നമ്മൾക്ക് ഇംഗ്ലീഷ് മസ്റ്റാണ്, അത് വേറെ കാര്യം. പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ പ്രിലിംസ് ഒന്നും നിങ്ങൾക്ക് പാസ്സാവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്വാൻസും റീസണിങ്ങും അത്യാവശ്യം നല്ല എഡ്ജുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുവാണ്, അതുപോലെ തന്നെ ഇംഗ്ലീഷും കൂടെ കുറച്ചൊന്ന് ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു സംശയമാണ് ഈ പ്രിലിംസ് എന്ന് പറയുന്നത് അത്രമേൽ ടഫാണോ എന്നുള്ളത്. അത്ര ടഫായിട്ടുള്ള എക്സാം ഒന്നുമല്ല SBI PO വരുന്നത്. അത്യാവശ്യം ഡുവബിൾ ആയിട്ടുള്ള, അതായത് ഇപ്പോൾ ഗൈഡ് മോക്കൊക്കെ ചെയ്യുന്നവർക്ക് തോന്നും നല്ല ടഫായിട്ട് തോന്നും. പക്ഷേ അത്തരം എക്സാം ലെവൽ എന്ന് പറയുമ്പോൾ അത്രയും ഒരു ടഫ്നെസ് ഫീൽ ചെയ്യുകയില്ല. നല്ല അത്യാവശ്യം ഡുവബിൾ ആയിട്ടുള്ള രീതിയിൽ, അതായത് ഒരു മോഡറേറ്റ് ലെവലിലെ ഒരു പേപ്പർ ആയിരിക്കും. മേ ബി ഓരോ ഷിഫ്റ്റ് വൈസ് അത് വ്യത്യാസം വരാം. എന്നാൽ പോലും ഡുവബിൾ ആയിട്ടുള്ള പേപ്പർ ആയിരിക്കും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ. അത്യാവശ്യം കുറച്ചൊരു എന്താണ് നമുക്കറിയാം POയുടെ പ്രിലിംസ് ആണ്, അപ്പോൾ ഒരു ക്ലർക്ക് പോലെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരികയില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ഡുവബിൾ ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് നല്ല പ്രാക്ടീസ് ഉണ്ട് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ക്വാളിഫൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഒട്ടും സമയം കളയാതെ ഇപ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് അതായത് നമ്മളുടെ ഇംഗ്ലീഷിനും ക്വാൻസിനും റീസണിങ്ങിനും ഏതൊക്കെ ഏരിയാസാണ് കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് പഠിക്കേണ്ടത്, അതുപോലെ തന്നെ നല്ല വെയിറ്റേജ് കൊടുത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഏരിയാസിലൊക്കെ മാക്സിമം സ്കോർസ് മേടിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്നാണ് ഞാൻ ഇന്നത്തെ ഇതിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ
ആദ്യം തന്നെ നമ്മൾ ഇംഗ്ലീഷിനെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അതായത് 2025-ലെയും 2024-ലെയും 2023-ലെയും ഒരു അനാലിസിസ് ആണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആർ സി മസ്റ്റായിട്ടും വേണ്ട ഒരു കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ എക്സാംസിന് ഉറപ്പായിട്ടും ആർ സി വരുന്നതാണ്. സോ ഒരു ലാസ്റ്റ് ഇയറിൽ 9 to 10 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആർ സിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. എറർ ഡിറ്റക്ഷൻ ഒരു 5 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. പാരാജമ്പിൾസ് 5 വന്നിട്ടുണ്ടായിരുന്നു. ഫില്ലേഴ്സ് ഒരു 3 to 5 ആയിരുന്നു. മാത്സ് ദ കോളം 1 to 3 വന്നിട്ടുണ്ടായിരുന്നു. വേർഡ് സ്വാപ്പ് അല്ലെങ്കിൽ റീഅറേഞ്ച്മെൻറ്റ് 3 to 5ഉം ഫ്രേസ് റീപ്ലേസ്മെൻറ്റ് 4 to 5ഉം ക്ലോസ് ടെസ്റ്റ് 5 to 7, സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ് 3 to 5, വേർഡ് യൂസേജ് 2 to 5 ആൻഡ് മിസലേനിയസ് 1. അങ്ങനെയായിരുന്നു നമ്മൾക്ക് കഴിഞ്ഞ വർഷം വന്ന എക്സാം പാറ്റേൺ. പല ഷിഫ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഏകദേശമുള്ള ഒരു രീതിയിലായിരിക്കും ഈ ഒരു അനാലിസിസ് വന്നിട്ടുള്ളതായിരിക്കുക. അതുകൊണ്ട് തന്നെ ഇതിൽ ഈ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യം എന്താണ്? ആർ സി ആണ് ഏറ്റവും വെയ്റ്റഡ് ആയിട്ടുള്ള ഏരിയ. ആർ സി എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ആ ഒരു കോംപ്രഹെൻഷൻ വായിച്ച് നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു കോംപ്രഹെൻഷൻ വായിക്കുക എന്ന് പറയുമ്പോൾ അത്രയും സ്പീഡ് വേണം, അതുപോലെ തന്നെ സ്കിം ചെയ്യാനുള്ള എബിലിറ്റി വേണം, അതുപോലെ ആ തന്നിരിക്കുന്ന പാസേജിന് ആൻസേഴ്സ് കണ്ടുപിടിക്കാനുള്ള എബിലിറ്റിയും വേണം. അത് നിങ്ങളുടെ റീഡിങ് സ്കില്ല് ഇമ്പ്രൂവ് ആണെങ്കിൽ മാത്രമേ ആർ സിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒറ്റയടിക്ക് നമുക്ക് 10 മാർക്ക് കിട്ടുന്നതാണ്. അതും കറക്റ്റായിട്ടാണ് മാർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നെഗറ്റീവ്സ് പാടെ ഒഴിവാക്കി മാർക്ക് മേടിക്കാവുന്ന ഒരു ഏരിയ ആണ് ആർ സി. അപ്പോൾ നിങ്ങൾക്ക് ആർ സി ഇമ്പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? എഡിറ്റോറിയൽ ഡെയിലി മുടങ്ങാതെ ഇനിയുള്ള ദിവസമെങ്കിലും എഡിറ്റോറിയൽ ഡെയിലി വായിക്കുക. അതുപോലെ തന്നെ സെക്ഷനൽസ് എടുക്കുക. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, സെക്ഷനൽസും എഡിറ്റോറിയലും അതുപോലെ തന്നെ പ്രാക്ടീസും ആണ് നമുക്ക് ഇംഗ്ലീഷിന് മാർക്സ് ഫെച്ച് ചെയ്ത് തരുന്നത്. സോ നിങ്ങൾ ഇംഗ്ലീഷിന് മാക്സിമം റീഡിങ് ഇമ്പ്രൂവ് ചെയ്യുക. റീഡിങ് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ മാർക്സ് കിട്ടാനുള്ള ചാൻസസും കൂടുതലായിരിക്കും. അപ്പോൾ എനിക്ക് കഴിഞ്ഞ RRB PO മെയിൻസിനാണെങ്കിലും 29 മാർക്സ് ഔട്ട് ഓഫ് 40 കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് മുൻപത്തെ RRB PO മെയിൻസിന് 30 മാർക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെയെന്ന് പറയുന്നത് ഞാൻ വേറെ റൂൾസോ കാര്യങ്ങളോ ഒന്നും പഠിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്യും, സെക്ഷനൽസ് എടുക്കും, എഡിറ്റോറിയൽ വായിക്കും. ഈ 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മൾ അത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ എറർ ഡിറ്റക്ഷനും പാരാജമ്പിൾസും മിസ്പെൽറ്റും മാത്സ് ദ കോളവും എല്ലാം നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലയിടത്തൊക്കെ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സസ് കാണാവുന്നതാണ്. നിമിഷ മാമിൻ്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. നിമിഷ മാമിൻ്റെ ക്ലാസ്സസ് ഈ പാരാജമ്പിൾസിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പാരാജമ്പിൾസിനൊക്കെ നിങ്ങൾക്ക് റൂൾസ് ഒന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിലൊക്കെ നിമിഷ മാമിൻ്റെ ക്ലാസ്സസ് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അത്രയുമാണ് ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് പറയാനുള്ളത്. ഇതിനൊക്കെ സെപ്പറേറ്റ് സ്ട്രാറ്റജി ഞാൻ വേറെ കൊണ്ടുവരാം. ഇതിപ്പോൾ ഓവറോൾ ആ ഒരു SBI PO പ്രിലിംസിന് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെയ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ക്വാൺസ്. എല്ലാവർക്കും അറിയാം മാർക്സ് എന്താണ്. റീസണിങ് ആണെന്നുണ്ടെങ്കിൽ പസിൽസ് ചെയ്താൽ മതി. പക്ഷേ ക്വാൺസ് ആകുമ്പോഴത്തേക്കും അറിയാവുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അറിയുക പ്ലസ് സ്പീഡും ആക്യുറസിയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്വാൺസിലെ മാർക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്വാൺസിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ്സ് വരില്ല. അറിയാവുന്നത് ചെയ്യുമ്പോഴത്തേക്കും എന്തായിരിക്കും? ഫുൾ കറക്റ്റ് മാർക്കുകളും കിട്ടും. അപ്പം ആക്യുറസി കറക്റ്റായിട്ട്, അതായത് നിങ്ങൾ സ്പീഡൊക്കെ വെച്ച് നല്ല കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ടാണ് ചെയ്ത് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ക്വാൺസിൽ മാർക്സ് മേടിക്കാവുന്നതാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ഏതാണ്? DI ആണ്. ഓക്കെ, DI മെയിൻസിനും പ്രിലിംസിനും DI ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്. ഓക്കെ, DIക്ക് 10 to 12 മാർക്സ് ആണ് DIക്ക് കിട്ടുന്നത്. അതും DI എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഡുവബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കേസ്ലെറ്റ്സ് കാണും. കേസ്ലെറ്റ്സ് ഒരു 3 to 5, അതായത് ഒരു സെറ്റ് കേസ്ലെറ്റ്സ് കാണും, മിസ്സിംഗ് നമ്പേഴ്സ് കാണും, മിസ്സിംഗ് റോങ് നമ്പർ. ഇത് രണ്ടുമാണ് എപ്പോഴും ആൾക്കാർക്ക് എന്താണ് കുറച്ചൊരു പ്രശ്നം വരുന്ന ഏരിയ എന്ന് പറയുന്നത്, മിസ്സിങ്ങും റോങ് നമ്പേഴ്സ്. അപ്പോൾ അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ അരിത്തമെറ്റിക് ഒരു 10 to 14 ക്വസ്റ്റ്യൻസ് കാണും, ഡേറ്റ സഫിഷ്യൻസി കാണും, ക്വാണ്ടിറ്റി കമ്പാരിസൺ കാണും, സിംപ്ലിഫിക്കേഷൻസും ക്വാഡ്രാറ്റിക് ഇക്വേഷനും. അതായത് സ്പീഡ് മാത്സിൻ്റെ ഏരിയാസിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ കുറവായിരിക്കും. പ്രിലിംസ് ആണെങ്കിൽ പോലും സ്പീഡ് മാത്സ് കുറവായിരിക്കും. പക്ഷേ DIയും അരിത്തമെറ്റിക്കിനും ഒക്കെ ആയിരിക്കും അതിൽ കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും പഠിച്ചില്ല എങ്കിൽ പോലും DIക്കും കേസ്ലെറ്റ്സിനും നല്ല പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അരിത്തമെറ്റിക്സ് ഒന്നും പഠിക്കാനുള്ള സമയമില്ല, പോട്ടെ, സാരമില്ല. എന്ത് ചെയ്യുക? DIക്ക് നല്ല പ്രാധാന്യം കൊടുക്കുക. ഇപ്പോൾ കൗശിക് സാറിൻ്റെ ആണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ അഡ്ഡായിലെ DIയുടെ വീഡിയോസ് കാണും. DI വീഡിയോസ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് ഉണ്ട്. കൗശിക് സാറിൻ്റെ ക്ലാസ്സസിലാണെങ്കിലും DI എന്ന് പറഞ്ഞ സെപ്പറേറ്റ് വീഡിയോ ഉണ്ട്. ഹർഷൽ സാറിൻ്റെ ക്ലാസ്സിലാണെങ്കിലും DI ഉണ്ട്. അതല്ലാതെ ആശിഷ് അറോറ സാറിൻ്റെ ക്ലാസ്സിലാണെങ്കിലും DI ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പലതരം DIs പ്രാക്ടീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ
പെട്ടെന്ന് ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള പാറ്റേൺസ് ഒക്കെ തന്നെ വരികയുള്ളൂ, അല്ലാണ്ട് വേറെ പാറ്റേൺസ് ഒന്നും വരികയില്ല. അപ്പോൾ 2025-ഉം 2024-ഉം 23-യും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്താണ് ഏകദേശം സിമിലർ ആയിട്ടാണ് പാറ്റേൺസ് ഒക്കെ പോകുന്നത്. ഓക്കെ, അതിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, സ്പീഡ് പ്ലസ് ആക്യുറസി ഇമ്പ്രൂവ് ചെയ്യുക. സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്യുന്ന സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുക, കാൽക്കുലേഷൻ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുക. സോ അതിന് വേണ്ടിയിട്ട് ഡെയിലി മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസും സ്ക്വയേഴ്സും റൂട്ട്സും ഇതൊക്കെ എന്ത് ചെയ്യുക, ഡെയിലി പ്രാക്ടീസിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, ഇത്രയുമാണ് ക്വാൺസിൽ ചെയ്യാനുള്ളത്. അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, ഡെയിലി സെക്ഷനൽസ് എടുക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ ഡെയിലി സെക്ഷനൽസ് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ എടുത്തു പോവുക. റീസണിങ് ഒരു ദിവസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വാൺസിൻ്റെ പ്രാക്ടീസ് ചെയ്യുക. ദെൻ ഇംഗ്ലീഷും റീസണിങ് ഒരു സെക്ഷനിൽ എടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ക്ലാസ് കാണുക. അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് ഡെയിലി പഠിച്ച് പോകാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് റീസണിങ്. റീസണിങ് എല്ലാവരുടെയും സ്ട്രോങ് ടോപ്പിക് ആണെങ്കിൽ പോലും പക്ഷേ റീസണിങ് ചിലപ്പോൾ സ്റ്റക്ക് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. റീസണിങ്ങിൽ സ്റ്റക്ക് ആവുക എന്ന് പറയുന്നത് മെയിനായിട്ട് സംഭവിക്കുന്നത് പസിൽസിലും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിലുമാണ്. ഓക്കെ, 2025-ൽ 25 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് പസിൽസിൽ വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ബാക്കി വിരലിൽ ഉണ്ടാവുന്ന 5-6 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ബാക്കിയുള്ള മിസലേനിയസ് ടോപ്പിക്സിൽ നിന്നെല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ പസിൽസിനും സീറ്റിങ്ങിനും ഉള്ള ആ ഒരു വെയിറ്റേജ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല രീതിയിൽ പസിൽസ് ആൻഡ് സീറ്റിംഗ് ചെയ്ത് നോക്കുക. പസിൽസ് ആൻഡ് സീറ്റിങ്ങിന് ധാരാളം പ്രാക്ടീസ് പേപ്പേഴ്സ് അവൈലബിൾ ആണ്. സോ നിങ്ങൾ ഗൈഡ്ലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ, നിങ്ങളിപ്പോൾ പർച്ചേസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഫ്രീ PDFസിൻ്റെ സെക്ഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധാരാളം ഫ്രീ PDF കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ അതിൽ നിന്ന് ഒത്തിരി PDF പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു പസിൽസ് നന്നായിട്ട് പ്രാധാന്യം കൊടുക്കുക. നമുക്ക് പലതരം പസിൽസ് ഉണ്ട്. ഓക്കെ, ആ പസിൽസിനെല്ലാം പ്രാധാന്യം കൊടുക്കുക. അതുപോലെ തന്നെ സിലോജിസം ഒക്കെ മസ്റ്റായിട്ട് വരുന്ന ഏരിയാസാണ്. സിലോജിസം അല്ലെങ്കിൽ ഇനീക്വാളിറ്റി, ഇതൊക്കെ എന്ന് പറയുന്നത് സ്കോറിംഗ് ആയിട്ടുള്ള ഏരിയാസാണ്. അപ്പോൾ എന്ത് ചെയ്യുക, സ്കോറിംഗ് ആയിട്ടുള്ള ഏരിയാസിൽ മാക്സിമം മാർക്സ് മേടിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഓർഡർ ആൻഡ് റാങ്കിങ്, ബ്ലഡ് റിലേഷൻ, ഡയറക്ഷൻ. ബ്ലഡ് റിലേഷൻ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മാർക്സ്, അതായത് സിമ്പിൾ എന്ന് പറയുന്നില്ല, പക്ഷേ ഡുവബിൾ ആണ്. സിമ്പിൾ ആണെന്ന് ഒരിക്കലും പറയുന്നില്ല, പക്ഷേ ഡുവബിൾ ആണ്. പ്രാക്ടീസിനനുസരിച്ചായിരിക്കും നമുക്ക് സിമ്പിളാണോ അത് ഹാർഡാണോ എന്ന് പറയാൻ പറ്റുന്നത്. സോ നിങ്ങൾ എത്രമാത്രം പ്രാക്ടീസ് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും ഇതിനൊക്കെ മാർക്സ് കിട്ടുന്നത്. പസിൽസൊക്കെ ഒരു 1 to 2 മിനിറ്റ്സിനുള്ളിൽ ഒരു സിമ്പിൾ പസിൽസൊക്കെ ചെയ്യാൻ പറ്റണം. ഒരു സിമ്പിൾ പസിലാണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റിന് താഴെ എടുത്ത് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് PO ആയതുകൊണ്ട് തന്നെ കുറച്ച് എന്താണ് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാണും. അപ്പോൾ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള പസിൽസ് പെട്ടെന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾ സെക്ഷനൽസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഡ്യൂവബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ മാർക്ക് ചെയ്ത് പോകാൻ ശ്രമിക്കുക. ഓക്കെ, പ്രിലിംസ് ആണ്. ആകെ 60 മിനിറ്റാണ് ടോട്ടൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പസിലൊക്കെ സ്റ്റക്കായി പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് ടൈം പിടിച്ചാൽ കിട്ടുകയില്ല. ഓക്കെ, ഒരു 5 to 6 സെറ്റ്സ് ഓഫ് പസിൽസ് ഒക്കെ കാണും. അപ്പോൾ ഒരിടത്ത് സ്റ്റക്കായി പോകുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ മുതലേ പ്രാക്ടീസ് ചെയ്യുക. വീട്ടിൽ നിന്ന് നമ്മൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും മോക്സിൻ്റെ പ്രാക്ടീസിനനുസരിച്ചായിരിക്കും റിയൽ എക്സാമിനും പോയി ചെയ്യുന്നത്. സോ നമ്മൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ടൈമർ വെച്ച് നല്ല എന്താണ് ആ ഒരു ടൈമിങ്ങിൽ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഏത് പസിലാണ്, പലതരം പസിൽസും സീറ്റിങ്ങും ഉണ്ട്. സർക്കുലർ ഉണ്ട്, അതുപോലെ തന്നെ ഡെസിഗ്നേഷൻ വൈസ് ഉണ്ട്, അതല്ലാതെ എന്താണ് പലതരത്തിലുള്ള പസിൽസ് കാണും. അപ്പോൾ ചിലപ്പോൾ PO ആയതുകൊണ്ട് തന്നെ 2 വേരിയബിൾ പസിൽസ് ഒക്കെ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഗൈഡിൽ നമുക്ക് ഫ്രീ PDFs അവൈലബിൾ ആണ്. നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ PDFs യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇംഗ്ലീഷ്, ക്വാൺസ്, റീസണിങ് ഈ 3 കാര്യങ്ങളെക്കുറിച്ചും പറയാനുള്ളത്. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെയിറ്റേജ് ടോപ്പിക്സ് എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെയിറ്റേജ് ഉള്ള ടോപ്പിക്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.